രാഷ്ട്രീയത്തിന്റെ മുഴുവൻ ശ്രദ്ധയും വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ബീഹാർ പിടിക്കുന്നത് വഴി ഡൽഹിയിലും പിടിമുറുക്കാനാകും എന്ന് ഇന്ത്യ മുന്നണി ഉറച്ചു വിശ്വസിക്കുമ്പോൾ, മറുഭാഗത്ത് BJP നയിക്കുന്ന NDA മുന്നണിക്കും ഇതൊരു ഡു ഓർ ഡൈ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ കേന്ദ്ര സർക്കാരിന് കാലാവധി പൂർത്തിയാക്കാനും BJPക്കെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളുടെ മുന ഒടിക്കാനും NDA മുന്നണിക്കും ഈ തെരഞ്ഞെടുപ്പിലെ വിജയം അനിവാര്യമാണ്. അതിനാൽ തന്നെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി നിതീഷ് കുമാറും RJD നേതാവ് തേജസ്വി യാദവും തമ്മിലുള്ള മത്സരം എന്നതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം കൂടിയാണ്. പല വർഷങ്ങളായി ബീഹാറിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന നിതീഷ് കുമാറിനെ തന്നെ ഉയർത്തിക്കാട്ടിയാണ് NDA മുന്നണി വോട്ട് ചോദിക്കുന്നത്. NDA മുന്നണി പ്രധാനമായും പ്രതീക്ഷ വയ്ക്കുന്നത് വനിതാ വോട്ടർമാരിലാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി നിതീഷ് കുമാർ നിരവധി സ്ത്രീപക്ഷ നയങ്ങൾ നടപ്പിലാക്കിയെന്നും അതിന്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവുമെന്നുമാണ് NDA ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപായി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത 75 ലക്ഷം സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ വീതം നിക്ഷേപിക്കുന്ന മുഖ്യമന്ത്രി മഹിളാ റോസ് യോജന വനിതാ വോട്ടർമാർക്കിടയിൽ NDA അനുകൂല അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് ഇന്ത്യ മുന്നണിയും ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണങ്ങൾ ബീഹാറിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനാൽ തന്നെ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വോട്ട് മോഷണ ആരോപണത്തിന് ഏറ്റവും അധികം പിന്തുണ കിട്ടാനിടയുള്ള സംസ്ഥാനം ബീഹാറാണ്. ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്രയ്ക്ക് ലഭിച്ച വലിയ ജനപിന്തുണ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തുന്നുണ്ട്. വോട്ടർ അധികാർ യാത്രയിലെ സ്ത്രീ പങ്കാളിത്തവും സംസ്ഥാന വ്യാപകമായി നിഴലിച്ചിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഏറ്റവും അധികം സ്വാധീനമുണ്ടാക്കിയിട്ടുള്ളത് സ്ത്രീകൾക്കിടയിലാണ് എന്നതും NDA സ്വപ്നം കാണുന്നത് പോലെ വനിതാ വോട്ടർമാരുടെ പിന്തുണ ഇത്തവണ നിതീഷ് കുമാറിന്റെ മുന്നണിയിലേക്ക് എത്തിക്കില്ല എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ. ബീഹാറിലെ യുവാക്കൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തരാണ് എന്നും അതുപോലെ തന്നെ പണപ്പെരുപ്പം സൃഷ്ടിക്കുന്ന വിലക്കയറ്റ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിനെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാക്കുമെന്നുമാണ് വിലയിരുത്തലുകൾ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രഖ്യാപിക്കപ്പെട്ട സൗജന്യ പദ്ധതികൾ വോട്ടർമാർക്ക് കോഴ നൽകുന്നതാണ് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണ് എന്ന് ഒരു വലിയ ശതമാനം വോട്ടർമാരും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJP സ്വപ്നം കാണുന്ന നിലയിൽ സൗജന്യ പദ്ധതികൾ NDA മുന്നണിയിലേക്ക് വോട്ട് കൊണ്ടുവരാൻ യാതൊരു സാധ്യതയുമില്ല. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുണ്ടായ ഇതുവരെയും പൂർണ്ണമായി പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾ BJPക്ക് അപ്രതീക്ഷിതമായി ഏറ്റ തിരിച്ചടിയാണ്. ആദ്യം സീറ്റ് വിഭജനത്തിൽ മുഖം തിരിച്ചു നിന്ന ചിരാഗ് പാസ്വാന്റെ പാർട്ടിയെ ഒരുവിധം അനുനയിപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ അതിനേക്കാൾ വലിയ കലഹത്തിന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ തുടക്കമിട്ടു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിതീഷ് കുമാർ സീറ്റ് വിഭജനത്തിൽ പൂർണ്ണ തൃപ്തനാണ് എന്ന് JDU നേതാക്കൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് വേദികളിലെ നിതീഷ് കുമാറിന്റെ അസാന്നിധ്യം പറയുന്നത് അദ്ദേഹത്തിന്റെ അസംതൃപ്തി തന്നെയാണെന്ന് പ്രതിപക്ഷവും രാഷ്ട്രീയ നിരീക്ഷകരും ഒരുപോലെ വിലയിരുത്തുന്നു. സംസ്ഥാനങ്ങളിലെ ശക്തമായ പാർട്ടികൾക്കൊപ്പം സഖ്യമുണ്ടാക്കുകയും ശേഷം പ്രാദേശിക പാർട്ടികളെ വിഴുങ്ങി സ്വയം ശക്തരാകുന്ന BJP എങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കുമെന്ന പ്രശ്നം JDUവിനുള്ളിലുണ്ട്. അതുപോലെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ പല കുറി മുന്നണികൾ മാറി മാറി അധികാര കസേര നിലനിർത്തുന്ന നിതീഷ് കുമാറിനെ വിശ്വാസത്തിലെടുക്കാൻ BJPക്കും കഴിയുന്നില്ല എന്നതാണ് NDA മുന്നണിയിലെ മറ്റൊരു പ്രധാന പ്രശ്നം. NDA മുന്നണിയിലേതുപോലെ തന്നെ JDUവിനുള്ളിലും സീറ്റ് വിഭജനം വലിയ ആഭ്യന്തര കലാപങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പാർട്ടി ചർച്ചകൾക്ക് അപ്പുറം പരസ്യ പ്രതിഷേധങ്ങളിലേക്ക് വഴിമാറുന്നതിന് കഴിഞ്ഞ ദിവസം ബീഹാർ സാക്ഷ്യം വഹിച്ചു. ഭഗൽപൂർ ജില്ലയിലെ ഗോപാൽപൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന JDU MLA ഗോപാൽ മണ്ഡലും അദ്ദേഹത്തിന്റെ അനുയായികളും ചൊവ്വാഴ്ച മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സീറ്റ് നൽകില്ലെന്ന് സൂചനകൾ ലഭിച്ചതോടെയായിരുന്നു ഇത്തരത്തിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയത്. തുടർച്ചയായി 3 തവണ ഗോപാൽപൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ഗോപാൽ മണ്ഡലിന് ഇത്തവണ സീറ്റ് നൽകുന്നില്ല എന്ന നിലപാടിലാണ് JDU നേതൃത്വം. ഒടുവിൽ MLAയെയും അനുയായികളെയും പോലീസ് എത്തി ബലപരമായി നീക്കുകയായിരുന്നു. സീറ്റ് വിഭജനത്തെ ചൊല്ലി ഭഗൽപൂർ JDUവിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ഭഗൽപൂർ ജില്ലയിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ തന്നെ ഉൾപ്പെടുത്തിയില്ലെന്നും ആയതിനാൽ തന്നെ MP ആയി തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഭഗൽപൂർ MPയും JDU നേതാവുമായ അജയ് കുമാർ JDU നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചതായും വാർത്തകളുണ്ട്. JDUവും BJPയും ഒരേ എണ്ണം സീറ്റുകളിലാണ് മത്സരിക്കുക എന്നത് നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല.
JDU-വും BJP-യും ഒരുമിച്ച് മത്സരിക്കാൻ തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് ഇരു പാർട്ടികളും തുല്യമായ സീറ്റുകളിൽ മത്സരിക്കുന്നത്. ഇതോടെ NDA മുന്നണിയിലെ പ്രധാന കക്ഷി എന്ന സ്ഥാനം JDU-വിന് നഷ്ടമായി. എപ്പോഴും അധികാര കസേരകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നാണക്കേട് തന്നെയാണ്. ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണിയിലെ സീറ്റ് വിഭജന പ്രശ്നങ്ങൾ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് ഒരു മുൻതൂക്കം സമ്മാനിക്കുന്നുണ്ട്. പരിഹരിക്കും തോറും വലുതാകുന്ന ഒട്ടനവധി പ്രശ്നങ്ങളെ മുന്നണിക്കുള്ളിൽ തന്നെ BJPക്ക് നേരിടേണ്ടതായുണ്ട്. പ്രാദേശിക കക്ഷികളെ BJP കൈകാര്യം ചെയ്യുന്ന രീതി നിതീഷ് കുമാറിന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഒരു കൈ അകലത്തിലുള്ള അടുപ്പമാണ് BJPയോട് നിതീഷ് കുമാറും കാണിക്കുന്നത്. എന്തു വില കൊടുത്തും ഭരണത്തിലെത്തുക എന്നതിൽ കവിഞ്ഞ ഒരു ചിന്തയും കോൺഗ്രസിന്റെയും തേജസ്വിയുടെയും RJDയുടെയും മുന്നിലില്ല. NDA മുന്നണിയിലെ സീറ്റ് വിഭജന തർക്കങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ BJPയുടെ കണക്കുകൂട്ടലുകൾ ശരിയാവുകയുള്ളൂ. ഭരണവിരുദ്ധ വികാരം, യുവാക്കളുടെ മനസ്സ്, വോട്ട് മോഷണ വിവാദം, വിലക്കയറ്റം, സ്ത്രീ വോട്ടർമാരുടെ തീരുമാനങ്ങൾ എന്നീ 5 ഘടകങ്ങളാകും ആരാണ് ബീഹാർ ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുക.